അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോകുന്നതേ ഒരു താരത്തിലേക്ക്, അതായത് ഈ ചാക്യാർ കൂത്ത് ഹൈസ്കൂൾ വിഭാഗം ചാക്യാർ കൂത്ത് അവതരിപ്പിക്കാൻ ഇന്ന് ജോസ്മോൻ ഒരു വേദിയിലെത്തുന്നു. ഇത് ഏത് ജോസ്മോൻ ചോദിച്ചാൽ നമ്മുടെ ജെയ്സൺ മാമൻ്റെ ജോസ്മോൻ. ഇനി ഏത് ജെയ്സൺ മാമനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മിണ്ടൽ മുരളിയുടെ, നമ്മുടെ പ്രേക്ഷകരുടെ മനം കവർന്ന നമ്മുടെ സ്വന്തം ജോസ്മോൻ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ കാണാം, വേഗം തിരിച്ചു വരാം. ായിട്ടിരിക്കണം അർജുനന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അർജുനനാന്ന് അറിഞ്ഞിട്ടല്ല, ഏതോ വിദ്വാനെ അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലായില്ലാന്ന് തോന്നുന്നു അല്ലേ? മാമാ ചാടല്ലേ, നാട്ടുകാരെ ഓടി വരണേ, മാമന് വട്ടായേ. ജെയ്സണെ മിന്നൽ മുരളിയാക്കാൻ നടന്ന ജോസ്മോൻ അരങ്ങിൽ രസികനായ ചാക്യാരായി. തുടങ്ങിയവർക്ക് അംഗഭംഗം വരുത്തിയിട്ടുള്ള വലുതായിട്ടുള്ള മിന്നല് നമസ്കാരം. എനിക്ക് നല്ല സന്തോഷം തോന്നുന്നു. കാര്യം എന്താ വെച്ചാൽ ഞാൻ കലോത്സവത്തിനെ കുറിച്ച് സ്റ്റേറ്റ് കലോത്സവം എന്ന് പറഞ്ഞ് കുറേ കേട്ടിട്ടുണ്ട്, അടിപൊളിയാണ് ഇതൊക്കെയാണെന്ന്. അപ്പോൾ അതൊന്ന് അനുഭവിക്കാൻ പറ്റി, അതന്നെ വലിയ സന്തോഷം. ഇത് ഞങ്ങളിങ്ങനെ പറഞ്ഞിരുന്നു, നീ എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സിനിമയിലൊന്നും എന്നെ അഭിനയിക്കാൻ കൊണ്ടുപോയില്ലേട്ടെന്ന് വെറുതെ ഇങ്ങനെ തമാശയ്ക്ക് പറഞ്ഞിരുന്നു. പക്ഷെ അവനത് സീരിയസ് ആയിട്ട് എടുത്തിട്ടാണോ എല്ലാം നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓട്ടംതുള്ളൽ പഠിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ട ഒരു സാധനം ആയതുകൊണ്ട് പലപ്പോഴും ബ്രേക്ക് ആവുകയാണ്. അപ്പോൾ ഈ ചാക്യാർ കൂത്താകുമ്പോൾ നമുക്ക് അങ്ങനെ ഇടയ്ക്കൊരു ബ്രേക്ക് വന്നാലും മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ സിനിമയിലുള്ള പോലെ ഒരു ഹ്യൂമർ സാധനം ചെയ്യാൻ അവനൊരു ഇഷ്ടമാണ്, ചെയ്യുന്നത് കാണാൻ ചാക്യാർക്കൊക്കെ നല്ല അഭിപ്രായം ആയതുകൊണ്ട് ഞങ്ങളത് ഇതിനോടൊപ്പം കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. ഞാനിത് കലോത്സവത്തിന് വേണ്ടി പഠിച്ചതാണ്. അപ്പോൾ പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിനോട് പ്രത്യേക ഇഷ്ടം തോന്നി. ചെയ്യുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഞാൻ ചെയ്ത് കഴിയുമ്പോഴും പറയും ഇത് അടിപൊളിയായിട്ടുണ്ട്, അതൊക്കെ കേൾക്കാൻ നല്ല രസം. അപ്പോൾ അതുകൊണ്ട് ചാക്യാർകൂത്ത് വീണ്ടും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. മത്സരത്തിനിടയിൽ അല്പം സിനിമാ വിശേഷം കൂടി. ഇനി ഇറങ്ങാനുള്ളത് ഒന്ന് ബസൂക്ക, അത് മമ്മൂട്ടി ആണ്. പിന്നെ ഒന്ന് കോപ്പങ്കിൾ എന്ന് പറഞ്ഞിട്ട്, അത് ഞാനും ധ്യാൻ ശ്രീനിവാസൻ ത്രൂ ആയിട്ടുള്ളത്. മത്സരത്തിലൊക്കെ പോകുന്നതല്ലേ, ജെയ്സൺ മാമനെ കൂടി ഒന്ന് അറിയിച്ചേക്കാം. ടോവിനോ മാമയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ടോവിനോ മാമ കലോത്സവ വേദിയിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വരുന്നുണ്ട് വെച്ചാൽ അപ്പോൾ കാണാമെന്ന്. അപ്പോൾ എനിക്കിപ്പോൾ 4-ാം തീയതി ആണല്ലോ ടോവിനോ മാമയുടെ പരിപാടി എന്ന് പറയുമ്പോൾ 8-ാം തീയതിയാണ് സമാപന സമ്മേളനത്തിനാണ് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല സങ്കടമായി. കാര്യം എന്താ വെച്ചാൽ എനിക്ക് സ്കൂളുകളുണ്ട്, ഞാൻ പോവും. അപ്പോൾ ടോവിനോ മാമയ്ക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കലോത്സവ വേദികളിൽ സജീവമാകാൻ ഉറച്ചാണ് വാണിയംകുളം TRK ഹയർ സെക്കൻഡറി സ്കൂളിലെ 9-ാം ക്ലാസ്സുകാരൻ മടങ്ങുന്നത്. കലോത്സവ നഗരിയിൽ നിന്ന് MN നിതീഷിനൊപ്പം കൃഷ്ണപ്രിയ, ന്യൂസ് മലയാളം.